കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ കാരശ്ശേരി ഡിവിഷനിൽ 3 കോൺഗ്രസ് വിമതർ പത്രിക പിൻവലിച്ചു. എന്നാൽ 2 വിമതർ പിന്മാറാൻ തയ്യാറായിട്ടില്ല. കോർപ്പറേഷനിൽ 2ഇടത്താണ് UDFന് വിമത ഭീഷണിയുള്ളത്. ഫറോക്ക് നഗരസഭ 6ാം വാർഡിൽ 5 കോൺഗ്രസ് വിമതർ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. കോഴിക്കോട്ട് നിന്ന് സമീർ, അവിടെ കോഴിക്കോട് ജില്ലയിൽ പൊതുവെ ഈ വിമതരെ അനുനയിപ്പിക്കാനുള്ള UDFന്റെ കോൺഗ്രസിന്റെ ശ്രമം എത്രത്തോളം ഫലം കണ്ടിട്ടുണ്ട്? ഇടതുമുന്നണിയിലെ സാഹചര്യം എന്താണ്? കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണ് എങ്കിൽ ഇടത് മുന്നണിക്ക് കാര്യമായ രീതിയിലുള്ള ഒരു വിമത ശല്യം ഉണ്ടായിരുന്നത് നാദാപുരത്താണ്. നാദാപുരം 1ാം വാർഡായിട്ടുള്ള ഇയങ്കോടായിരുന്നു ഉണ്ടായിരുന്നത്. ആ പഞ്ചായത്തിലെ 1ാം വാർഡിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നീണ്ടുനിന്ന ചർച്ചയുണ്ടായിരുന്നു. അതിനൊടുവിൽ ഇന്നും ആ ചർച്ചയുണ്ടായി. ആ ചർച്ചകൾക്കൊടുവിൽ അവിടെ CPIക്ക് നൽകിയ സീറ്റിൽ CPIM മത്സരിക്കും എന്ന ഒരു ധാരണ വന്നു. അങ്ങനെ CPIMന്റെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക നിലനിർത്തുകയും CPIയുടെ ദിനേശന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയും ചെയ്തു. അതോടെ CPMും CPIയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം അവിടെ പരിഹരിച്ചു. LDFനകത്ത് മറ്റ് കാര്യമായ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന കാര്യം. എന്നാൽ മറിച്ചാണ് UDFനകത്തുള്ള പ്രശ്നങ്ങൾ. അത് വലിയ രീതിയിലുള്ള വിഷയങ്ങളായി നിലനിൽക്കുന്നു. കോർപ്പറേഷനിൽ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും മാത്രമല്ല വിവിധ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരശ്ശേരി ഡിവിഷനിലായിരുന്നു. അവിടെ കാരശ്ശേരിയിൽ നിന്ന് 6 പേരാണ് മത്സരിക്കാൻ എത്തിയിരുന്നത്. കാരശ്ശേരി ഡിവിഷനിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ 5 പേർ വിമതരായി ഉണ്ടായിരുന്നു. അതിൽ 3 പേരാണ് നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ പിൻവലിച്ചിരിക്കുന്നത്. ഔദ്യോഗിക സ്ഥാനാർത്ഥിയുള്ള ഷുഹൈബിനെതിരെ നിന്നിരുന്നത് കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള സിറാജുദ്ദീൻ, അതുപോലെ തന്നെ അഷ്റഫ്, അതുപോലെ അസ്കർ എന്നിവരാണ്. ഈ 3 പേരുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇപ്പോഴും അവിടെ യൂത്ത് കോൺഗ്രസിന്റെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരരംഗത്തുണ്ട്. അവർ വിമതരായിക്കൊണ്ടാണ് മത്സരിക്കുന്നത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ദിശാലും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ കാരശ്ശേരി മണ്ഡലം പ്രസിഡന്റുള്ള ഷാനിബ് ചേണോടും. ഈ 2 പേരും ഇപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷുഹൈബിനെതിരെ മത്സരരംഗത്തുണ്ട്. അവരെ പിന്തിരിപ്പിക്കാൻ ഇതുവരെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയായ വാർഡാണ് കല്ലായി. അവിടെ UDFന് വിമതനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബൈജു കാളക്കണ്ടിയിലാണ്. ബൈജുവിനെതിരെ കോൺഗ്രസിന്റെ തന്നെ സുദീപ് അവിടെ മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെയാണ് ചാലപ്പുറം വാർഡുമായി ബന്ധപ്പെട്ട് അത് CMPക്ക് നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റായിരുന്ന അയ്യൂബ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത്. അയ്യൂബാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്നത്. അവിടെ നിലവിൽ 7 സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കോൺഗ്രസിന്റെ വലിയ ഒരു നേതാവ് കൂടിയായിരുന്ന അയ്യൂബിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. അയ്യൂബ് അവിടെ മത്സരിക്കുന്നു എന്നുള്ളത് UDFനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാകും. കല്ലായും അതുപോലെ തന്നെ ചാലപ്പുറവും UDFന് വലിയ മേൽക്കോയ്മയുള്ള വാർഡുകളാണ്, സിറ്റിംഗ് സീറ്റുകളാണ്. അവിടങ്ങളിലാണ് ഇത്തരത്തിലുള്ള വിമത ശല്യം രൂക്ഷമാവുന്നത്. അതുപോലെ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ പൂവാട്ടുപറമ്പ് ഡിവിഷനാണ്. അവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്ന 2 പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. അത് ഒന്ന് മുൻ MP രമ്യ ഹരിദാസിന്റെ മാതാവായിട്ടുള്ള രാധാ ഹരിദാസ് ആണ്. അവർക്കെതിരെ വിമതയായിക്കൊണ്ട് നിൽക്കുന്നത് അനിത അനീഷാണ്. അവരും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. കുന്നമംഗലം നിയോജക മണ്ഡലത്തിന്റെ മുൻ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കൂടിയാണ് അനിതയ്ക്കാണ് ആദ്യം നേതൃത്വം വാക്ക് നൽകുന്നത് അവിടെ സ്ഥാനാർത്ഥിയാക്കാമെന്നുള്ളത്. പിന്നീട് പക്ഷേ അത് രാധയ്ക്ക് നൽകി. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാധാ ഹരിദാസിനെതിരെ മത്സരരംഗത്തുണ്ടാകുമെന്നാണ് ഹരിത ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ മത്സരവുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അനിത ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ട് അവിടുത്തെ സാഹചര്യം പരിശോധിച്ചാൽ അവിടെയും UDFനാണ് കൂടുതൽ വിമത ഭീഷണി ഉയർത്തുന്നത്. അത് പഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെ പരിശോധിച്ചാൽ വിമതരെ പൂർണ്ണമായും പിൻവലിക്കാൻ അവരെ മത്സരരംഗത്ത് നിന്ന് മാറ്റാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ചിലരൊക്കെ പിന്മാറിയെങ്കിലും മറ്റു ചിലർ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.